സ്നേഹപൂർവം അച്ചുവിൻ്റെ സ്വന്തം അച്ഛൻ. കയ്യിലിരിക്കുന്ന ഡോക്യുമെന്റിലേക്ക് സിദ്ധാർത്ഥ് മിഴികൾ ഉറപ്പിച്ചു നിന്നു. അത് വായിക്കും തോറും അവനിൽ അവിശ്വസനീയത നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവന്റെ കണ്ണുകൾ വിടർന്നു. സിദ്ധാർത്ഥിനെ ശ്രദ്ധിച്ചു നിന്ന നീലിമക്ക് അവന്റെ ഭാവമാറ്റത്തിൽ പരിഭ്രാന്തി തോന്നിയിരുന്നു. അവളുടെ ഹൃദയം ശക്തമായി മിടിക്കാൻ തുടങ്ങി. സിദ്ധു, ഇങ്ങനെ ഞെട്ടാൻ മാത്രം ഡോക്യുമെന്റിൽ എന്താണുള്ളത്? നീലിമ ഭയത്തോടെ ചിന്തിച്ചു. ഡോക്യുമെന്റിനെയും സിദ്ധാർത്ഥിനെയും മാറി മാറി നോക്കി. എന്താ സിദ്ധു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങളുടെ മുഖം എന്താകെ വല്ലാതെ? നീലിമ ആകുലതയോടെ വിറച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ ശബ്ദം പോലും കേട്ടില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ ഡോക്യുമെന്റിലായിരുന്നു. അതുകൊണ്ട് അവൻ നീലിമക്ക് മറുപടി നൽകിയില്ല. പകരം അതിലെ ഓരോ വാചകങ്ങളും അവൻ ആവർത്തിച്ചു വായിക്കുകയാണ്. നീലിമയിൽ അക്ഷമ നിറഞ്ഞു. അവന്റെ കയ്യിൽ നിന്നും ആ രേഖകൾ വാങ്ങി വായിക്കാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അതിനുള്ള ധൈര്യം നീലിമക്കുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തിനു ശേഷം സിദ്ധാർത്ഥ് നീട്ടി ശ്വാസം എടുക്കുന്നത് അവൾ കണ്ടു. എന്തോ സുപ്രധാന തീരുമാനം എടുക്കുന്നതുപോലെ അവന്റെ മുഖം മാറി. അവൻ ഡോക്യുമെന്റിൽ നിന്നും മുഖമുയർത്തി നീലിമയെ നോക്കി. നീലിമ, നീ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ശരിയാണ്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. അവൻ അത്രമാത്രം പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾ പറയാൻ അവൻ തന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ചതുപോലെ നീലിമക്ക് അനുഭവപ്പെട്ടിരുന്നു. സിദ്ധു, അവിടെ ഇവിടെ തൊടാതെ കാര്യങ്ങൾ പറയല്ലേ. എന്താ ഉണ്ടായേ? അത് ഡീറ്റെയിൽ ആയിട്ട് പറ. ആ ഡോക്യുമെന്റിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ചുവിനുള്ള ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള എന്തെങ്കിലും കിട്ടിയോ? നീലിമ വെപ്രാളത്തോടെ ചോദിച്ചു. പക്ഷേ അവളോട് എന്തു പറയണമെന്ന് അറിയാതെയാണ് അവൻ നിൽക്കുന്നത്. അത് മനസ്സിലാക്കിയ പോലെ നീലിമ ആ ഡോക്യുമെന്റ് അവന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തു. നീലിമ രേഖ വായിക്കുന്നതിന് വേണ്ടി അവൻ കാത്തുനിന്നു. ഡോക്യുമെന്റ് വായിക്കാൻ തുടങ്ങിയതും നീലിമ ശരിക്കും ഞെട്ടിപ്പോയി. അവളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു. സിദ്ധാർത്ഥിനേക്കാൾ അവിശ്വസനീയതയും ഞെട്ടലും അവളുടെ മുഖത്ത് നിറഞ്ഞു. 5 വർഷം മുൻപുള്ള ആ രാത്രിയിലേക്ക് അവൾ വീണ്ടും എത്തി. അതിലുണ്ടായിരുന്നത് അന്ന് ആ ഹോട്ടലിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ്. നീലിമയുടെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. അവിടെ അന്നേ ദിവസം ചെക്ക് ഇൻ ചെയ്ത ആളുകളുടെ പേരും അതിനൊപ്പം. അവിടെ നടന്ന ഫംഗ്ഷൻസിന്റെ കുറിച്ചെല്ലാം ഡീറ്റെയിൽസായി അതിലെഴുതിയിരുന്നു. പക്ഷേ അതിൽ 2 പേരുകളിൽ മാത്രം റൗണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നീലിമ, സിദ്ധാർത്ഥ്. ഇതെങ്ങനെ സംഭവിക്കും? അന്ന് ആ നശിച്ച ദിവസം സിദ്ധുവും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അല്ല, ഈ ഡോക്യുമെന്റിൽ എന്തിനാ അതൊക്കെ പറഞ്ഞിട്ടുള്ളത്? അസുഖത്തിനുള്ള സൊല്യൂഷൻ ഇതിലുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് നീലിമ ആകെ അസ്വസ്ഥയായി. അവൾ പതുക്കെ ഇതിനുള്ളടക്കം വായിക്കാൻ സ്വയം നിർബന്ധിച്ചു. കാരണം അശ്വിന്റെ DNA ടെസ്റ്റ് റിപ്പോർട്ട് കൂടി വെച്ചിരുന്നു അതിൽ. ആദ്യത്തേത് ഭൈരവുമായിട്ടുള്ള മാച്ച് ടെസ്റ്റ് റിപ്പോർട്ടാണ്. എന്നാൽ രണ്ടാമത്തേത് നീലിമയെ ശരിക്കും അത്ഭുതപ്പെടുത്തി. കാരണം അത് സിദ്ധാർത്ഥുമായിട്ടുള്ള മാച്ചിങ് ടെസ്റ്റ് റിപ്പോർട്ടായിരുന്നു. റിപ്പോർട്ട് പോസിറ്റീവായിരുന്നു. അതെ, അതിനർത്ഥം അച്ചുവിന്റെ യഥാർത്ഥ പിതാവ് അത് സിദ്ധാർത്ഥ് ആണെന്നല്ലേ? അവൾക്കത് വിശ്വസിക്കാൻ പോലുമായില്ല. അവളുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് മൂടി തുടങ്ങി. എന്തൊക്കെയോ ചുറ്റും നടക്കുന്നത്. സിദ്ധു എങ്ങനെ അച്ചുവിന്റെ അച്ഛനാകും? നീലിമയുടെ മനസ്സ് കലുഷിതമായി. നീലിമയുടെ ഈ പ്രതികരണം സിദ്ധാർത്ഥ് പ്രതീക്ഷിച്ചിരുന്നു. ഈ ഡോക്യുമെന്റ് ആദ്യം വായിച്ചപ്പോൾ അവന്റെ അവസ്ഥയും ഇതുതന്നെ ആയിരുന്നല്ലോ. ആദ്യം ആശ്ചര്യമാണ് തോന്നിയത്. പിന്നെ പതിയെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. അതെ, ഒടുവിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. അച്ചു, അവൻ എൻ്റെ കുട്ടിയാണ്. അതുമാത്രം. ആ 5 വർഷങ്ങൾക്ക് മുൻപുള്ള രാത്രിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ സ്ത്രീ നീലിമയാണ്. ഇത്രയും കാലം അതേപ്പറ്റി ഓർത്തു താൻ വിഷമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് വന്നിരിക്കുന്നു. അവൻ എന്തു ചെയ്യണം, എന്തു പറയണമെന്നറിയാതെ നിന്നു. നീലിമക്കും സിദ്ധാർത്ഥിനും ഇടയിൽ ഇപ്പോഴും ഒരു ഊഷ്മളമായ ബന്ധം നിലനിന്നിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇരുവരും തമ്മിലുള്ള ആ ബന്ധത്തെ വിധി കൂട്ടിയിളക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഇതുവരെ ഇല്ലാത്തത്രയും തണുപ്പ് നിറഞ്ഞു. സന്തോഷം. കാരണം സിദ്ധാർത്ഥാകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. നീലിമയാണെങ്കിൽ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും മുക്തയാകാതെ നിൽക്കുന്നു. അതിലെ ഓരോ വാക്കുകളും ശ്രദ്ധാപൂർവ്വം ഉൾക്കൊള്ളുവാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേപോലെ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ അവൾ ആഗ്രഹിച്ചു. കാരണം അവളുടെ മനസ്സിൽ ഇപ്പോഴും സംശയങ്ങൾ നിറഞ്ഞിരുന്നു. വല്ലാത്തൊരു അരാജകത്വം അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപ് സത്യത്തിൽ എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത്? അവൾക്ക് ഇന്നും അറിയില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം തന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളർന്നു തുടങ്ങി. അന്നാണ് അവൾ അന്നത്തെ രാത്രി സംഭവിച്ച കാര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. ആ ദിവസം അനുഭവിച്ച അതേ മാനസിക സംഘർഷം നീലിമ ഇപ്പോഴും അനുഭവിച്ചു. അശ്വിന്റെ അച്ഛൻ സിദ്ധാർത്ഥാണ്. അതിനേക്കാൾ അപ്പുറം തന്റെ ഒപ്പം ആ രാത്രി ചെലവഴിച്ചതും അവൻ തന്നെയാണ്. അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ നീലിമയുടെ ശരീരത്തിലാകെ ഒരു വിറയൽ പടർന്നു. ഓർമ്മയിലില്ലാത്ത നിമിഷങ്ങൾ. പക്ഷേ അതിന്റെ അനന്തരഫലമാണ് അശ്വിൻ എന്ന കുട്ടി തന്നെ കളിപ്പിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് സങ്കടവും ദേഷ്യവും തോന്നി തുടങ്ങി. അത് കണ്ട് സിദ്ധാർത്ഥ് നീലിമയെ ചേർത്ത് പിടിച്ചു. പിന്നെ ആശ്വസിപ്പിച്ചു. ദേ, താനിങ്ങനെ സങ്കടപ്പെടാതെ.
ദേ, ഈ ഡോക്യുമെന്റിൽ പറഞ്ഞതെല്ലാം സത്യമാണ്. ഞാനാണ് അച്ചുവിന്റെ അച്ഛൻ, അതാണ് സത്യം. സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ പറഞ്ഞു. ഇതെല്ലാം എന്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത്. ഞാൻ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ അന്വേഷിക്കണമായിരുന്നു. എങ്കിൽ നീയും അശ്വിനും ഇത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ആദ്യം മുതൽക്കേ നമുക്ക് ശരിയാക്കാമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ അച്ചുവിന്റെ കാര്യത്തിൽ ഇനി ടെൻഷനും വേണ്ട. അവന്റെ അസുഖം മാറാൻ ഇപ്പോൾ ഞാനുണ്ടല്ലോ, സിദ്ധാർത്ഥ് വിശദീകരിച്ചു. നീലിമ ഒരു വാക്കുപോലും പറയാതെ നിസ്സഹായതയോടെ സിദ്ധാർത്ഥിനെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. 5 വർഷങ്ങൾക്ക് മുൻപ് അവൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അത് എത്രയാണെന്ന് ആർക്കും അറിയില്ല. അവളുടെ ആ വേദനാജനകമായ ഭാവം കാണണം സിദ്ധാർത്ഥ്. ഒരേ സമയം അസ്വസ്ഥതയും ആശ്വാസവും തോന്നി. വളരെ കാലമായി നഷ്ടപ്പെട്ട എന്തോ ഒന്ന് തിരിച്ചു കിട്ടിയ പോലെ ഒരു അനുഭൂതിയായിരുന്നു അവന് അപ്പോൾ. അവൾ അവനെ കൂടുതൽ സംരക്ഷിച്ചു, പൊതിഞ്ഞു പിടിക്കാൻ ആഗ്രഹിച്ചു. താനിങ്ങനെ കരയാതെടോ, എല്ലാ മോശ സമയവും അവസാനിച്ചു. നോക്ക്, നമ്മളൊരു ഫാമിലിയാണ്. ഇനി ഒന്നും പേടിക്കാതെ നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കും. അച്ചും ഓക്കെയാവും. ഞാനുള്ളത് കൊണ്ട് അവൻ്റെ അസുഖവും മാറ്റിയെടുക്കാം. ട്രസ്റ്റ് മീ, അവൻ പറഞ്ഞു. അച്ചുവിൻ്റെ കാര്യം കേട്ടപ്പോൾ നീലിമയുടെ മാനസികാവസ്ഥ ഒരൽപ്പം മെച്ചപ്പെട്ടിരുന്നു. അവൾ അവനെ വിടാതെ തന്നെ മുഖമുയർത്തി നോക്കി. സിദ്ധു, ഇതെല്ലാം സത്യമാണല്ലേ? അല്ലേ? അവൾക്ക് ഇപ്പോഴും ഇക്കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ വാക്കുകളിലെ അർത്ഥം സിദ്ധാർത്ഥിന് മനസ്സിലായി. അവൻ സ്നേഹത്തോടെയും ഗൗരവത്തോടെയും അവളുടെ തലയിൽ പതുക്കെ തഴുകി. ഇതൊക്കെ അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ വിഷമിക്കേണ്ട. ഇനി നിന്റെ ദേഹത്ത് ചെറിയൊരു മുറിവ് പറ്റാൻ പോലും ഞാൻ സമ്മതിക്കില്ല. നിന്നെയും അച്ചുവിനെയും എപ്പോഴും ഞാൻ നല്ലതുപോലെ നോക്കും. നിങ്ങളെന്നും സന്തോഷമായിരിക്കും, സിദ്ധാർത്ഥ ആത്മാർത്ഥതയോടെ പറഞ്ഞു. ഒപ്പം മുമ്പുള്ളതിനേക്കാൾ ശ്രദ്ധയോടെയും സൗമ്യതയോടെയും അവൻ അവളോട് പെരുമാറി. അവൾ വീണ്ടും സിദ്ധാർത്ഥിനെ മുറുകെ പിടിച്ചു. വിഷമം കൊണ്ട് വീണ്ടും അവൾ കരഞ്ഞു തുടങ്ങി. 5 വർഷം മുൻപ് മുതൽ ഇന്ന് ഈ നാൾ വരെ അനുഭവിച്ചതൊക്കെ അവൾക്ക് മനസ്സിനെ വീർപ്പ് മുട്ടിച്ചു. അശ്വിന്റെ പിതൃത്വത്തിന്റെ പേരിൽ അവൾ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞിനെ പോലും ആളുകൾ വെറുതെ വിട്ടിരുന്നില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ നീലിമയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അവളുടെ വിഷമം സിദ്ധാർത്ഥിനെയും വേദനിപ്പിച്ചു. നീലിമയുടെ മനസ്സ് അവന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അവളുടെ മാനസികാവസ്ഥ എന്താണെന്നും അവൻ ഊഹിക്കാം. അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഡോക്യുമെന്റ് അപ്പോഴും ആ ടേബിളിൽ കിടന്നിരുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. പരസ്പര ആശ്വാസവും സമാധാനവും പകരുകയാണവർ. സിദ്ധാർത്ഥിന്റെ ഒപ്പം നീലിമയും പതിയെ മനസ്സുകൊണ്ട് സന്തോഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവളുടെ ശരീരത്തിന് നല്ല ക്ഷീണമുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഈ നിമിഷം ശരീരം കൊണ്ട് ഒരു താങ്ങു നൽകാൻ അവൻ ആഗ്രഹിച്ചു. നീലിമയെയും കൊണ്ട് അവൻ സോഫയിലേക്കിരുന്നു. അവളാണെങ്കിൽ അവന്റെ നെഞ്ചിൽ ആശ്വാസം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇരുവരും ഒന്നും മിണ്ടിയില്ല. ആ നിശബ്ദതയിൽ നീലിമ അവൾ അറിയാതെ തന്നെ ഉറങ്ങിപ്പോയി. നേരം വൈകിയെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു. പാർക്കിങ്ങിൽ അവന്റെ ആഡംബര കാർ കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പിൻസീറ്റിലേക്ക് നീലിമയെ ശ്രദ്ധയോടെ കിടത്തി. പിന്നെ അവളുടെ പുരികക്കൊടികൾക്കിടയിൽ മൃദുവായി അവനൊന്ന് ചുംബിച്ചു. ഒന്ന് മുഖം ചുളിച്ചെങ്കിലും നീലിമ ശാന്തമായി ഉറങ്ങിയിരുന്നു. സിദ്ധാർത്ഥ് അവൾക്കൊപ്പം കയറിയിരുന്നു. എന്നിട്ട് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ ആംഗ്യം കാണിച്ചു. അശ്വിൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവർ കാർ ഓടിച്ചു. സിദ്ധാർത്ഥിന്റെ മുഖം തികച്ചും ശാന്തമായിരുന്നു. അവന്റെ ചുണ്ടുകളിൽ സംതൃപ്തി നിറഞ്ഞ ഒരു ചിരി തങ്ങി നിന്നിരുന്നു. അവന്റെ മനസ്സിലേക്ക് അശ്വിന്റെ മുഖം കടന്നു വന്നു. എന്റെ മകൻ, ഒരു പിതാവിന്റെ ഏറ്റവും അമൂല്യമായ വികാരമായിരുന്നു അത്. അവൻ വീണ്ടും സുഖമായി ഉറങ്ങുന്ന നീലിമയെ നോക്കി. കുളിരണിയിപ്പിക്കുന്ന ചിന്തകളും ഓർമ്മകളും അവനാ നിമിഷം വലയം ചെയ്തിരുന്നു. ഒരുമിച്ച് പങ്കുവെച്ച ഓരോ നിമിഷങ്ങളും അവൻ വീണ്ടും വീണ്ടും ഓർത്തു. അധികം വൈകാതെ കാർ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു. അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ ചിന്തകൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയത്. അവൻ വീണ്ടും നീലിമയെ കൈകളിലെടുത്തു. എന്നിട്ട് മുന്നോട്ടേക്ക് നടന്നു. നീലിമയുടെ ശരീരം നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. ഭാരം പോലും കുറഞ്ഞിരിക്കുന്നു. അവന് ആ കാര്യത്തിൽ നല്ലപോലെ വിഷമം തോന്നി. അവളുടെ ആരോഗ്യവും വയറ്റിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യവും നല്ല രീതിയിലാണോ എന്ന് അവൻ ആശങ്കപ്പെട്ടു. നീലിമയ്ക്ക് എപ്പോഴും മികച്ചത് നൽകാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. നീലിമയെ കൈകളിൽ എടുത്തു വരുന്ന സിദ്ധാർത്ഥിനെ പലരും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അവരുടെ നോട്ടമെല്ലാം അവഗണിച്ച് അവൻ അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു. പ്രശസ്തനായ സിദ്ധാർത്ഥ് വിശ്വയെ പലരും തിരിച്ചറിഞ്ഞിരുന്നു. അതേപോലെ കഴിഞ്ഞ ദിവസം ഭൈരവ് പരസ്യപ്പെടുത്തിയ വാർത്തകളും പലരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഭാവനകൾ കാട് കയറി. സിദ്ധാർത്ഥിന്റെയും നീലിമയുടെയും ഫാമിലിയെക്കുറിച്ച് പലതരത്തിലുള്ള ഗോസിപ്പുകളും ആൾക്കാരിറക്കുന്നുണ്ട്. പക്ഷേ സിദ്ധാർത്ഥിന് മുന്നിൽ നേരിട്ട് പ്രകടിപ്പിക്കാൻ അവർക്ക് ഭയമാണ്. സിദ്ധാർത്ഥ് നീലിമയെ കൊണ്ടുപോയതും അവിടെ നിന്ന് നഴ്സുമാർ കുശുകുശുപ്പ് തുടങ്ങി. നിനക്ക് ആളെ മനസ്സിലായോ? CEO ആണ് അദ്ദേഹം.
സിദ്ധാർത്ഥ് വിശ്വ, എൻ്റെ ദൈവമേ, ആ ആള് എന്ത് സുന്ദരനാണല്ലേ. ഒരു നിമിഷത്തേക്ക് ശ്വാസം നിലച്ചുപോയി. നഴ്സ് അടുത്തു നിൽക്കുന്ന മറ്റൊരു നഴ്സിനോട് പറഞ്ഞു. ശ്വാസം നിലക്കേ ഉള്ളൂ. നീ അങ്ങേരുടെ കയ്യിലെ പെണ്ണിനെ കണ്ടില്ലേ? അത് സിദ്ധാർത്ഥ് സാറിൻ്റെ വൈഫാണ്. അങ്ങേർക്ക് ഭാര്യയെന്ന് വെച്ചാൽ ജീവനാണ്. പണത്തേക്കാൾ കൂടുതൽ അയാൾക്ക് അവരെയാണ് ഇഷ്ടം. കേട്ടുനിന്നവൾ മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ ആദ്യം സംസാരിച്ച നഴ്സിന്റെ കണ്ണിൽ അസൂയ നിറഞ്ഞു. എനിക്കറിയാം, പക്ഷേ ആ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതൊന്നുമല്ല. സിദ്ധാർത്ഥ് സാറിന്റെ ഫാമിലിയുമായി അവൾ ഒട്ടും ചേരില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ വിവാഹം കഴിച്ച സമയത്ത് തന്നെ ആ സ്ത്രീക്കൊരു ആൺകുട്ടിയുണ്ട്. അതിന്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. കാണാനുള്ള ഭംഗിയെ ആ പെണ്ണിനേ ഉള്ളൂ. ഈ സിദ്ധാർത്ഥ് സാർ എന്ത് കണ്ടിട്ടാണ് അവളെ കെട്ടിയത് എന്ന് ആർക്കറിയാം? ആനയും അമ്പാനയും പോലെയുണ്ട്. അവർ അനിഷ്ടത്തോടെ മറുപടി നൽകി. അവർ ആവേശത്തോടെ നീലിമയുടെ കുറ്റം പറയുകയാണ്. നഴ്സുമാരുടെ മുഖത്ത് പെട്ടെന്ന് വിചിത്രമായ വികാരം നിറഞ്ഞു. അവരുടെ നട്ടെല്ലിലൂടെ വല്ലാത്തൊരു തരം തണുപ്പ് അടിച്ചു കയറി. കാരണം അവർക്ക് മുമ്പിലായി സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഹോസ്പിറ്റൽ മാനേജർ പ്രദീപും അവരെ ഇരുവരെയും അവിടെ കണ്ടു. നഴ്സുമാർ ശരിക്കും ഭയന്നു. അവർ സംസാരിച്ചത് സിദ്ധാർത്ഥ് കേട്ട് കാണുമോ എന്ന കാര്യത്തിൽ അവർക്ക് ആശങ്ക തോന്നിയിരുന്നു. അവർ പരിഭ്രമത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ അവരെ തീർത്തും അവൻ അവഗണിച്ചിരുന്നു. അവൻ മാനേജറെ നോക്കി ചോദിച്ചു, ഇതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഹോസ്പിറ്റൽ അല്ലേ? അതുകൊണ്ട് ഇവിടുത്തെ ജീവനക്കാരുടെ ക്വാളിറ്റിയും ക്യാരക്ടറും അതുപോലെ തന്നെ നന്നായിരിക്കേണ്ടേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മിസ്റ്റർ സിദ്ധാർത്ഥ് ഗൗരവത്തിൽ ചോദിച്ചു. അവന്റെ സ്വരം ശാന്തമാണ്. പക്ഷേ അവന്റെ വാക്കുകളിലെ അധികാരവും ദേഷ്യവും മാനേജർ മനസ്സിലാക്കി. തീർച്ചയായും സാറും ഈ നഴ്സുമാർ ചെയ്തത് തെറ്റാണ്. ഇവിടെ ചികിത്സക്കെത്തുന്ന രോഗികളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇവർക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ പറഞ്ഞെങ്കിലും സിദ്ധാർത്ഥിന്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ശരി, ഇവിടുത്തെ സ്റ്റാഫുകളെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. നഴ്സുമാർ തന്റെ മുന്നിൽ നിൽക്കുന്ന നഴ്സുമാരെ രൂക്ഷമായി ഒന്ന് നോക്കി. അവർക്ക് ശരിക്കും പേടി തോന്നിയിരുന്നു. ഇവിടുത്തെ ജോലി നഷ്ടമായാൽ പിന്നെ വേറെ എവിടെയും ജോലി കിട്ടില്ല എന്ന് അവർക്കറിയാം. സോറി സർ, ഇത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഒരിക്കലും മാഡത്തെ പറ്റി അങ്ങനെ പറയരുതായിരുന്നു. സോറി സർ, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഞാനിനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. നഴ്സിൽ ഒരാൾ സിദ്ധാർത്ഥിനോട് ദയ യാചിച്ചു. പക്ഷേ സിദ്ധാർത്ഥ് മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അവർ വെറുതെ വിട്ടു. അവൻ അത്ര ക്രൂരനായ മനുഷ്യനൊന്നുമല്ല. പക്ഷേ നീലിമയെ പറ്റി ആരെന്ത് മോശമായി പറഞ്ഞാലും അവൻ അംഗീകരിച്ചു കൊടുക്കില്ല. അവളെ കുറ്റപ്പെടുത്തുന്നത് അവന് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. സിദ്ധാർത്ഥ് മാനേജറെ ഒന്ന് നോക്കിയ ശേഷം തിരികെ റൂമിലേക്ക് തന്നെ പോയി. പക്ഷേ നഴ്സുമാർക്കും അവരുടെ തെറ്റിനുള്ള ശിക്ഷ കൊടുക്കാൻ മാനേജർ തീരുമാനിച്ചിരുന്നു. ഇനി ഇങ്ങനെയൊന്നും ആരും ആവർത്തിക്കരുത് എന്ന് അയാൾ കരുതി. അതുകൊണ്ട് ഓഫീസ് റൂമിലേക്ക് വരാൻ പറഞ്ഞിട്ടും അവിടെ നിന്നും അയാൾ പോയി.